ഹായ് വിയേഴ്സ്, അർജയ തേരാവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകാനൊരുങ്ങിയിരിക്കുകയാണ്. ഇപ്പം സമയം 7 മണിയാവുന്നത്. ഇവിടെ അടുത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെ ഓച്ചിറ എന്ന് പറയും, അവിടെ അമ്പലത്തിൽ പോവാണ്. നേരത്തെ നമ്മളൊരു വഴിപാട് പറഞ്ഞിട്ടുണ്ട് അങ്കിത്തിന്റെ കണ്ണിന്റെ സമയത്ത്. അപ്പം അത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടെ വരുന്ന കാഴ്ചകൾ നമ്മൾ കാണാം. അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. ചിരിക്കമ്മേ. രാവിലെ അമ്പലത്തിൽ ഭയങ്കര മഴ തുടങ്ങാൻ തുടങ്ങുന്ന മഴ. നമ്മൾ പത്തനാപുരത്തോട്ട് പോവാണ്. പള്ളിമുക്ക് കഴിഞ്ഞ് പത്തനാപുരം. നല്ല മഴക്കോളാണ് ഇന്ന്, മഴക്കോളും മഴയാണ്. ട്രിപ്പ് പോകുന്ന ആൾക്കാര് മഴയത്ത് ട്രിപ്പ് പോകുന്നു. ഇനിയുണ്ടല്ലോ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാ. എല്ലാവരും യൂണിഫോം ആണല്ലോ, പച്ചയും കറുപ്പും ഉണ്ടായിരുന്നു ഫ്രണ്ടിലല്ലേ. രാവിലെ അതിന്റെ റോഡിൽ വലിയ തിരക്കില്ല. ലെൻസ് കാറ്റ് അടച്ചിട്ടേക്കുക. അവർ 9 മണി കഴിയും തുറക്കാൻ. രാവിലെ ഒരു തിരക്കില്ല. ഇല്ല. ഇപ്പം നമ്മള് ഏഴംകുളം എത്തി. പറക്കോട് ചണ്ട. പഴങ്ങളൊക്കെ തൂങ്ങി. തേങ്ങ അടൂരായാല് അടൂർ മൈജി കരിക്കിനേത്ത്. നമ്മുടെ കല്യാണ സാരി എടുത്ത സ്ഥലം കരിക്കിനേത്ത്. ബേബി ഹഗ്, സുഡിയോ, മാക്സ് എല്ലാം ഉണ്ടല്ലോ അടുത്തടുത്ത്. ഭീമ ലെഫ്റ്റിലോട്ട് പോണം. ഭീമ ഗോൾഡ്. രണ്ട് മാക്സ്, സുഡിയോ. ഇനി ട്രെൻഡ്സിന്റെ കൂടെ കുറവുണ്ടായിരുന്നു ഇവിടെ. ഇതൊക്കെ പുതിയത് ഇപ്പൊ തുടങ്ങിയത്, നേരത്തെ ഇല്ലായിരുന്നു. അങ്ങോട്ട് കൊട്ടാരക്കര, തിരുവനന്തപുരം, കോട്ടയം, കായംകുളം. തിരുവനന്തപുരം അങ്ങോട്ട് ലെഫ്റ്റ്. അടൂര് എന്റെ വഴിക്ക് വന്നിട്ടില്ലേ, വണ്ടി വന്നിട്ടില്ലേ. ഇത് അടൂര് KSRTC ബസ് സ്റ്റാൻഡ്. അമ്പലമുണ്ട്. അടൂർ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. എവിടെ ഇതല്ലയോ വലുതാക്കിയല്ലോ. അടൂര് ഗവൺമെന്റ് ആശുപത്രി. അത് നേരത്തെ ഇതായിരുന്നു, മറ്റിപ്പം വലിയ ബിൽഡിംഗ് ആക്കിയേക്കോ. എല്ലാ ഗവൺമെന്റ് ആശുപത്രി ഇപ്പം വലുതായി. പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കൂട്ട് നല്ല ഫെസിലിറ്റീസും ആയി. ഹോസ്പിറ്റൽ ഇതേതാ സ്ഥലം? ഇത് കറ്റാനാണോ? അല്ലല്ലോ, ചാരുമൂട്. ഇത് ചാരുമൂട്. കായംകുളം നേരെ പോണം, ചെങ്ങന്നൂർ റൈറ്റ് പോണം, മാവേലിക്കര റൈറ്റ്, കൊല്ലം ലെഫ്റ്റ്. അങ്ങോട്ട് കൊല്ലം, നേരെ കായംകുളം.
ഗ്രാമപഞ്ചായത്ത് ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രത്തിലോട്ട് പോവാം. വെള്ളം കെട്ടി കിടക്കല്. ഇപ്പൊ കച്ചവടം ഒന്നും ഇല്ല ഇവിടെ. ഭയങ്കര സീസൺ ആകുമ്പോ മാത്രമേ കാണത്തുള്ളൂ. നാല് കപ്പ് 100 രൂപ. പാർക്കിംഗ് എവിടെ? ഇതാണ് അമ്പലം, ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജ സ്വാമി ക്ഷേത്രം. എണ്ണ വാങ്ങിച്ചായിരുന്നു. എനിക്ക് തെപ്പി ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ കുറേ നാളായിരുന്നു വെട്ടിക്കോട് അമ്പലത്തിലൊക്കെ പോയിട്ട്. അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ ഇറങ്ങിയത് ഓച്ചിറ പോകാനായിരുന്നു ഇറങ്ങിയത്. അന്നേരം പോകുന്ന വഴിക്കാണ് ഈ അമ്പലം. അങ്ങനെ അവിടെയും കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ച്. പിന്നെ ഇതൊരു മൂലക്ഷേത്രമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് അപ്പം അങ്ങനെ മുകളിലോട്ട് ഭയങ്കര ഷീറ്റൊക്കെ ഇട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. അവിടെ മൊത്തം സൈലൻസാണ്, നല്ല രസം അവിടെ ഇരിക്കാനൊക്കെ. അതിനപ്പുറത്ത് അവരുടെ തിരുമേനിമാരുടെയൊക്കെ മഠമാണ്. ഇവിടെ അമ്പലം തുറന്ന് നമുക്ക് തൊഴുകാൻ പറ്റത്തില്ല. അകത്ത് ഇങ്ങനെ വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടുന്ന് കുറിയൊക്കെ ഇട്ടിട്ട് പോരാനേ പറ്റത്തുള്ളൂ. അങ്ങനെ നല്ല രസമായിരുന്നു. ഭയങ്കര സൈലൻസ് ആയിരുന്നു അവിടെ. നമുക്ക് ഇരിക്കാനും ഒക്കെ ഒരു ബഹളവും ഇല്ലായിരുന്നു ആൾക്കാരുടെയൊക്കെ ഒന്നും. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ തൊഴുതിട്ട് അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോയും ഒക്കെ എടുത്തിട്ടാണ് പിന്നെ പോരുന്നത്. അവിടെ പിന്നെ ഒരു ചെറിയ ബുക്ക് കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മളാണെങ്കിൽ ഒരു സന്ധ്യനാമവും ഒരു ഹനുമാൻ ചാലിസയുടെ ബുക്കും ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നു പിന്നെ പോരുന്നത്. കുറിയിട്ടപ്പോഴത്തേക്ക് അങ്കിത്തിൻ്റെ കണ്ണാടിക്കകത്തെല്ലാം വീണ് ഭസ്മമായിരുന്നു അവിടെ വെച്ചിരുന്നത്. അതിട്ടപ്പോഴും അവരുടെ ഒരു പഴയ കാറ് കിടപ്പുണ്ട് അവിടെ. നല്ല പഴയ തറവാട് പോലത്തെ വീട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ലതാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഉത്സവ സമയത്തൊക്കെ ഇവിടെ തുറക്കുമായിരിക്കും. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എനിക്കറിയത്തില്ല. എന്നാൽ ആൾക്കാർ അപ്പുറത്ത് അമ്പലത്തിൽ വരുന്നവർ ഇവിടെ എല്ലാം വന്ന് തൊഴുതിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒക്കെ ഇട്ടാണ് തിരിച്ചു പോരുന്നത്. പിന്നെ നമുക്കവിടെ പറയിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മഞ്ഞൾ കൊണ്ട് പറയിടാനൊക്കെ രസീത് എഴുതിച്ചാൽ മതിയായിരിക്കും. പിന്നെ നമുക്ക് തുലാഭാരമൊക്കെ നടത്താനുള്ള സംഭവമുണ്ട് ഇവിടെ. കൊച്ചുനാളിൽ വന്ന് അങ്കിത്തിനൊക്കെ ഇവിടെ തുലാഭാരം നടത്തിയിട്ടുണ്ട്. അപ്പം അഭി അതൊക്കെ ഒന്ന് പിടിച്ചു നോക്കുക. പിന്നെ നമുക്ക് പാട്ടൊക്കെ പാടിക്കാം, സർപ്പപ്പാട്ടൊക്കെ പാടിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു.
പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ അടുത്ത കടയിലൊക്കെ നോക്കി കച്ചവടങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ മൺചട്ടി, അങ്ങനെ തുളസിത്തറ വെക്കുന്നതും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വില ചോദിച്ചപ്പം 5000, 2000, 2500, 1000, 5000 വരെയുള്ള റേറ്റ് ഒക്കെ അവരെ അതിൽ കൂടുതൽ പറയുന്നത്. പിന്നെ നമ്മളൊന്നും വാങ്ങിച്ചില്ല. അമ്പലത്തിൻ്റെ അടുത്താകുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ചുമ്മാ നോക്കിയിട്ട് ഇനി പോരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ അടുത്തുള്ള കടയിൽ തന്നെ കയറി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച്, അമ്പലത്തിന് തൊട്ട് മുന്നിലുള്ളൊരു കടയുണ്ടായിരുന്നു, അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ബ്രേക്ക്ഫാസ്റ്റിനകത്ത് എല്ലാവർക്കും മസാല ദോശയായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി നമ്മളിനി അങ്ങോട്ട് പോകുന്നത് ഓച്ചിറ അമ്പലത്തിലോട്ട്. 10 ഡിഗ്രി 12 ഡിഗ്രി. രണ്ടാം കുറ്റി ഉണ്ടോ? ഒന്നാം കുറ്റി ഉണ്ടോ അന്നേരം? നാഷണൽ ഹൈവേ 66 വന്ന് കയറി. പണി നടക്കുന്ന ഹൈവേയില്, പണി തീരാത്ത ഹൈവേയിൽ വന്ന് കയറി. NH 66 താഴെ കൂടെ പോകുന്നു. ഇവിടെ ഒന്നും ആയില്ലല്ലോ പണി. മണ്ണൊക്കെ എടുക്കാൻ എത്ര കിടക്കുന്നതിന്. കേരളം മൊത്തം ഇങ്ങനെ കിടക്കുക. ഇത് 2026 എങ്ങനെ തീർക്കാനത്? ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ആകെ 3.3 കിലോമീറ്റർ കൂടെ ഉള്ളു. ഇത് റോഡ് പണിക്കാണ് ഈ കുഴിച്ചിട്ടേക്കുന്നേ. വേണ്ട, നമ്മള് NH 66 കയറി. നമ്മൾ ആദ്യം കാസർഗോഡ് കയറുന്ന വഴിയല്ലേ ഇത്? NH 66. പണി നടക്കുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. നമ്മുടെ അമ്പലം എത്തി. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം. ഉണ്ട്, അപ്പുറത്തൊരു പള്ളി ഉണ്ടല്ലോ ഇവിടെ. ഓച്ചിറപ്പള്ളി. ഇവിടെ എപ്പോ വന്നാലും തിരക്കുണ്ടല്ലേ. അവിടെ സ്ഥലം, അവിടെ വണ്ടി കയറ്റിയോ? ഇവിടെ അപ്പുറത്തിട്, റൈറ്റ് സൈഡിൽ. ചില്ലറയൊക്കെ ഉണ്ടോ? അങ്ങനെ നമ്മൾ ഓച്ചിറ അമ്പലത്തിലെത്തി. ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ അവിടെ അന്നദാന മന്ദിരമുണ്ട്. അവിടെ അതിന് ഫ്രണ്ടിൽ നമുക്ക് അവിടെ ആൾരൂപം വെച്ച് ഉഴിഞ്ഞു വെക്കാൻ പറ്റും. എന്നിട്ട് വഞ്ചിക്കകത്ത് 20 രൂപ അങ്ങനെ കണ്ടിട്ടാൽ മതിയായിരുന്നു. അമ്മയൊക്കെ അവിടെയും ചെയ്ത്
പിന്നെ നമ്മളാണെങ്കിൽ അങ്കിത്തിന് നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് തന്നെ ആൾരൂപമല്ല കണ്ണിൻ്റെ രൂപം വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് കൊണ്ടുവച്ച് കണ്ട് ശബരിമലയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് ചില്ലറയില്ലാത്തതുകൊണ്ട് പിന്നെ അവിടുന്ന് ഒരു റീചാർജിങ് ഫാൻ വാങ്ങിച്ചു. ചില്ലറ ചോദിച്ചിട്ട് എങ്ങൊന്നും കടയിൽ നിന്നും തരുന്നില്ല. പിന്നെ അത് വാങ്ങിച്ചപ്പം പിന്നെ ബാക്കി ചില്ലറയൊക്കെ ആക്കിക്കൊണ്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത്. അങ്ങനത്തെ കൈ കാണിച്ചേ. കണ്ണ് വാങ്ങിച്ചോ? ഇവിടെ അതിന്റെ പുറത്ത് വെക്കാം കിട്ട. അങ്ങനെ നമ്മൾ കാളയൊക്കെ തൊട്ട് തൊഴുതിട്ട് അമ്പലത്തിനകത്തോട്ട് കയറി. അമ്പലം എന്ന് പറയുന്നത് ഇവിടെ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് പ്രതിഷ്ഠയുള്ളത്. പരബ്രഹ്മ രൂപത്തിലിരിക്കുന്നത് മഹാദേവനാണെന്നാണ് മഹാദേവൻ്റെ രൂപമാണ്. അപ്പം നമ്മൾ അവിടെ വീണ്ടും ആൾരൂപം അവിടെ നിന്ന് വേറെ വാങ്ങിച്ചു വെക്കാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും ആൾരൂപമൊക്കെ വാങ്ങിച്ച് വെച്ചു, തൊഴുതു. പിന്നെ അപ്പുറത്തൊക്കെ പോയി തൊഴുകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി തൊഴുതിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് എന്നിട്ട് പിന്നെ നമ്മൾ പോരുന്നു. കരിക്കൻ്റെ അല്ല ജലധാര. നാരായണ നമോ നമസ്തുതേ അമ്മ സരസ്വതി അമ്മ മഹാമായ മഹാലക്ഷ്മി അമ്മ പാർവതി. സർവശക്തനായ ഭഗവാനെ സമ്പൂർണമായി ആശ്രയിക്കുവാൻ അളവില്ലാത്ത വെയിലായതല്ലോ. ഇപ്പൊ കാല് വെള്ളം തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടെ പൊട്ടിക്കല്ലേ, വണ്ടിക്കകത്ത് അങ്ങനെ വീണ് തീ പൊട്ടിയ. പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ നേരമാണ് ഈ കടകളൊക്കെ കണ്ടത്. പിന്നെ പൊരി വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ വാങ്ങിച്ചാൽ മരൊന്നും കഴിച്ച് തീർക്കത്തില്ല, പിന്നെ തണുത്തെടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് പിന്നെ പൊരി വാങ്ങിച്ചില്ല. അതിന് പകരം കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ,
മിക്സായിട്ടുള്ള സ്വീറ്റ്സ് കുറേ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കപ്പലിൻ്റെ മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളവിടുന്ന് തിരിച്ചു പോരുന്നു. ഇന്നും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ഉച്ചയ്ക്ക് കഞ്ഞിയൊക്കെ ഉണ്ട്, കഞ്ഞിക്കൊക്കെ നല്ല ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കഞ്ഞിസദ്യയൊക്കെ തുടങ്ങിയായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് ആർക്കും വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി. പോണോ? അപ്പം പിന്നെ നമ്മൾ തിരിച്ച് NH-66 കൂടെ ഒക്കെ തന്നെ കയറി പോരുന്നു. അപ്പോൾ തിരിച്ചു പോരുന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഇലയുടെ എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ. പിന്നെ കപ്പലിൻ്റെ മിഠായി വാങ്ങിച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇലയുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് പോരുന്നായിരുന്നു. അപ്പം അത് രാവിലെ ദോശ കഴിച്ച കാരണം പിന്നെ ആർക്കും വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് കഴിച്ചൊന്നുമില്ല. പിന്നെ തിരിച്ചു പോയപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇലയുടെയൊക്കെ എടുത്ത് പോയെടുത്ത് എല്ലാവരും കഴിച്ച്. കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ അതുവഴിയാണ് പോകുന്നത്. കായംകുളം ബസ് സ്റ്റാൻഡിൽ പുറത്തിറങ്ങി. കായംകുളം നഗരസഭ. അതെന്തായാലും ഭാഗ്യമായിപ്പോയി. നമ്മളാണെങ്കിൽ അമ്പലത്തിൽ തൊഴുന്ന സമയത്തൊന്നും ദർശനത്തിൻ്റെ സമയത്തൊന്നും മഴയൊന്നും പെയ്തിരുന്നില്ല. അതെന്തായാലും നന്നായി. ഇല്ലെങ്കിൽ മഴ സമയമായിരുന്നെങ്കിൽ നമുക്ക് എല്ലായിടവും നടന്ന് തൊഴാനൊന്നും പറ്റത്തുമില്ല, കുടയൊന്നും എടുത്തുകൊണ്ട് പോയതും ഇല്ലായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയായി. അങ്ങനെ നമ്മൾ തിരിച്ച് അടൂരെത്തിയായിരുന്നു. അടൂർ ബസ് സ്റ്റാൻഡ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് വലിയ മഴയൊന്നുമില്ല, പക്ഷേ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. ടൗൺ ജുമാ മസ്ജിദ് അടൂർ. ഇല്ല, അടൂര്. അടൂർ നോ. കരിക്കിനേതൊക്കെ പൂട്ടിയോ? കല്യാണം അവിടെ ഉണ്ട്. മലബാർ ഗോൾഡ്. ഇത് രണ്ടും അടുത്തടുത്താണല്ലോ എല്ലാം. അങ്ങനെ നമ്മൾ തിരിച്ച് പത്തനാപുരം എത്തി. 143. വീട്ടിൽ ഇരുന്ന് ഉറങ്ങത്തില്ലല്ലോ, കണ്ണിന് റെസ്റ്റ് ഇല്ലല്ലോ. അവിടുന്ന് പടക്കം വാങ്ങിച്ചത്, പടക്കം പൊട്ടിക്കുന്ന പൊട്ടിക്കടാ പൊട്ടിക്കടാ പൊട്ടിക്കേ. നമുക്ക് പൊട്ടിക്കാൻ അറിയത്തില്ല അവനെ. മുണ്ടും മടക്കി പൊട്ടിക്കാൻ അറിയത്തില്ല അവനെ. പൊട്ടിക്കടാ. അപ്പോൾ നമ്മൾ രാവിലെ 7 മണിയായപ്പോൾ പോയി. ഇപ്പം സമയം 2 മണിയായപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. അപ്പം വെട്ടിക്കോടും പോയി, ഓച്ചിറ അമ്പലത്തിലും പോയി, തിരിച്ചു വന്ന്. ഇനി നമുക്ക് ചോറൊക്കെ കഴിക്കണം. അപ്പം നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. പറ.